എന്താ? സോറി ആള് മാറിപ്പോയതാ. സോറി. ഓരോരോ തോന്നലുകളെ. ആ വരപ്പുകാരൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. അയാളുടെ വാക്ക് കേട്ടിട്ട് എനിക്ക് ഓരോരോ തോന്നലുകൾ ഉണ്ടാവുന്നേന്ന് തോന്നുന്നു. ഐ നീഡ് എ ബ്രേക്ക്. ഇവിടെ ഫ്രിഡ്ജിൽ ഐസ് വാട്ടർ ഉണ്ടാവും. എടുത്തു കുടിച്ചാലേ തലയൊന്ന് തണുക്കൂ. മുഹൂർത്തമായി. അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള മുഹൂർത്തം. ഇനി സാർ അവിടെ പോയി. മുഹൂർത്തമായല്ലോ. തെരച്ചിൽ മതിയാക്കി ഫ്രണ്ടിൽ കയറി ഇരിക്കുകയായിരിക്കും. എന്തായാലും കല്യാണം കണ്ടു കളയാം. എന്നിട്ട് വേണം വയറ് നിറച്ചൊരു സദ്യ ഉണ്ണാൻ. Hey dude. താലി മനവ് തന്നെ എടുത്തു കൊടുക്കണം.
വക്കീലല്ലേ? ഇതാരുടെ കാറ്? KL015364. ഏയ് പ്രസാദ്, അഞ്ജലി വരൂ, ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ ആൾക്കാരെ കൂടി വിളിച്ചോ. ആ വരൂ അഞ്ജലി, ഫോട്ടോ എടുക്കാം. അത് വേണ്ട പ്രസാദേട്ടാ, ഞങ്ങള് വരുന്നില്ല. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ എന്താ കുഴപ്പം? ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ. ശരി, എങ്കി ആരതിയും ആര്യ അച്ചൂട്ടനും വരും, ഞാനില്ല. എനിക്കൊന്നും വയ്യ ഫോട്ടോ കേൾക്കാൻ. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മുണ്ടെടുക്കേണ്ട പാൻസ് ഇട്ടാ മതിന്ന്. മുണ്ടിന് എന്താ കുഴപ്പം? കാണാൻ നല്ലല്ലേ? ഹ, അച്ചു എന്താ നീ കാണിക്കുന്നത്? മേയർ സാറും പ്രസാദേട്ടനും ഒക്കെ ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ ചെല്ലച്ചു. ഫോട്ടോ എടുക്കാൻ പാൻസ് ഇട്ടതാ, എന്നാലേ ഞാൻ നിക്കൂ. അച്ചു, നമ്മളിവിടെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. കല്യാണം കൂടാനും ഫോട്ടോ എടുക്കാനും വന്നതല്ല. അതുകൊണ്ട് ഉള്ള ഡ്രസ്സൊക്കെ വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം, അതേ പറ്റൂ. എന്നാ അമ്മ പോയി പോസ് ചെയ്തോ, എനിക്ക് പറ്റൂല. ഏയ് അച്ചു, അച്ചു, അച്ചു. ഛേ, എന്നാ നിങ്ങൾ പോയി ഫോട്ടോ എടുക്ക. അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വർമ്മ സാറിനൊന്നും തോന്നണ്ട. ചെല്ല്, നിങ്ങൾ ചെല്ല്. അച്യുത്, ഹായ് അങ്കിൾ. അകത്ത് കല്യാണം നടക്കുമ്പോ അച്ചു എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? കല്യാണമൊക്കെ തീർന്നു അങ്കിൾ, അകത്ത് ഫോട്ടോ എടുക്കാം. ആഹാ, അപ്പൊ ഫോട്ടോ എടുക്കുന്നത് അച്ചുവിന് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ ഫോട്ടോ എടുക്കാൻ നല്ല ഡ്രസ്സ് വേണം. എനിക്ക് മുണ്ട് ഇഷ്ടമല്ല, മാത്രമല്ല ഇതാകെ മുഷിഞ്ഞതാ. പുത്തൻ പാൻസ് തരാൻ പറഞ്ഞിട്ട് അമ്മ തന്നില്ല, അതുകൊണ്ടാ ഫോട്ടോ എടുക്കാൻ പോവാത്തത്. അമ്മ പുത്തൻ ഡ്രസ്സ് തന്നില്ലെങ്കിൽ അച്ചുവിന്റെ അച്ഛനോട് പറഞ്ഞ് പുത്തൻ ഡ്രസ്സ് വാങ്ങായിരുന്നില്ലേ? അച്ഛൻ്റെ അടുത്തോ? അതെ, അമ്മമാരിങ്ങനെ പലതും വിലക്കുമ്പോ അച്ഛന്മാരല്ലേ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരുന്നത്. അതിനെനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ലല്ലോ. അയ്യോ, ആണോ? അപ്പോ അച്ഛനെന്ത് പറ്റി? അച്ഛനില്ല, അച്ഛനെ കുറിച്ച് അമ്മയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോ അച്ഛൻ അച്ചുവിന്റെ കൂടെ ഇല്ലെങ്കിലും എവിടെയെങ്കിലും കാണുമായിരിക്കും. മോൻ അമ്മയോട് ഇന്ന് തന്നെ ചോദിക്കണം അച്ചുവിന്റെ അച്ഛൻ എവിടെയെന്ന്, കേട്ടോ? ചോദിക്കാം. എന്നാ അച്ചു മോൻ അങ്കിളുടെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. പാൻസ് മോന്റെ മുണ്ട് നല്ലതാ, മുഷിഞ്ഞതൊന്നും ഫോട്ടോയിൽ അറിയില്ല. മോൻ വാ, നമുക്ക് ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. ഞാനല്ലേ വിളിക്കുന്നത്, വാ. ശരി, നടക്ക്. നോക്ക്, അച്ഛനെ കണ്ടില്ലല്ലോ. സാർ ഇത് എവിടെയായിരുന്നു? ഒരു കാറിന്റെ നമ്പർ ഞാൻ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഒന്ന് ട്രേസ് ചെയ്യണം. ആ വേണുഗോപാൽ വക്കീലിനെ ഞാൻ ആ വണ്ടിയിൽ കണ്ടിരുന്നു. അതാരുടെ വണ്ടിയാണ്
ആ വണ്ടിയുടെ ഉടമയുമായി വേണുഗോപാൽ വക്കീലിന് എന്താ ബന്ധമെന്നൊക്കെ എനിക്കറിയണം. ഒപ്പം ഈ വേണുഗോപാൽ എവിടെയാ താമസിക്കുന്നതെന്നും എന്താ നടക്കോ? നോക്കാം സാർ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്കിൾ, ദേ അമ്മ അവിടെ നിൽക്കുന്നു. ആഹാ, എവിടെ? അതാ. മിസ്റ്റർ മേഘൻ, നിങ്ങൾ ഇവിടെ നിൽക്കണോ? വരൂ വരൂ, ഫോട്ടോ എടുക്കാൻ വരൂ. ഭാസി, കമോൺ. ആഹാ, അച്ചൂട്ട നീ ഇവിടെ വന്ന് നിൽക്കുക. വാ, വന്നേ പോവാം. അതെ, രണ്ടിന്റെയും ഞോണ്ടിയുള്ള ഈ ഇരിപ്പങ്ങ് അവസാനിപ്പിക്കാം. അത്താഴമായി. അച്ചൂട്ടനെ വിളിച്ചോണ്ട് രണ്ടാളും വന്നേ. അച്ചൂട്ടൻ ആകെ ഇടംതിരിഞ്ഞിരിപ്പ. മേയറുടെ വീട്ടിൽ നിന്ന് വന്ന നേരം മുതല് അവനൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ. നീ കാര്യം എന്താണെന്ന് ചോദിച്ചില്ല ഇതുവരെ. ഇനിയിപ്പോ അവിടെ കല്യാണത്തിന് വന്ന ആൾക്കാർ വല്ലതും പറഞ്ഞിട്ടായിരിക്കോ? ആരെന്ത് പറയാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കക്ഷി വലിയ സീരിയസാ. ഞാനൊരു ചോക്ലേറ്റ് വെച്ച് നീട്ടിയിട്ട് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ അച്ചുമാമൻ ഗഹനമായ എന്തോ ചിന്തയില്ല. കളിയാക്കിയത് മതി. വാ, എന്താന്ന് ചോദിക്കാം നമുക്ക്. അച്ചൂട്ടാ, എന്തു പറ്റി നിനക്ക്? എന്താ നീ ഇങ്ങനെ പിണങ്ങി വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? എന്റെ അച്ഛൻ എവിടെയുള്ളത്? അമ്മ പറ, ആരാ എന്റെ അച്ഛൻ? എവിടെ എന്റെ അച്ഛൻ ഇപ്പൊ ഉള്ളത്? ആ, അതോ? അത് മോന്റെ അച്ഛനുണ്ട്. വരൂ ഉടനെ. വെറുതെ ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, എവിടെയുണ്ട്? എന്താ എന്റെ അച്ഛന്റെ ജോലി? എന്റെ അച്ഛന്റെ പേരെന്താ? അത് പറ. മോന്റെ അച്ഛൻ മോന്റെ അച്ഛനെ വലിയൊരു നേവി ഓഫീസറാ. വലിയ കപ്പലും മുങ്ങിക്കപ്പലും ഒക്കെ ഓടിക്കുന്ന ഒരു പട്ടാള ഓഫീസർ. എന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അച്ഛനെ. എന്നെ അമ്മയും കാണാൻ അച്ഛൻ ഇതുവരെ വരാത്ത കാരണം എന്താ? നീ കുഞ്ഞായിരുന്നപ്പോ വന്നിട്ടുണ്ടടാ, നിനക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാ. ഞാനിപ്പോ കുഞ്ഞല്ലല്ലോ, വലുതായില്ലേ. എന്നിട്ട് പിന്നീട് വരാത്തത് എന്താന്നാ ഞാൻ ചോദിച്ചേ. അങ്ങനെ എപ്പോഴെപ്പോഴും വരാൻ പറ്റുന്ന ജോലി അല്ല മോന്റെ അച്ഛന്. വലിയ ഓഫീസറാവുമ്പോ വലിയ വലിയ ചുമതലകൾ കാണും, പ്രത്യേകിച്ചും പട്ടാള ഓഫീസർമാർക്ക്. അതുകൊണ്ട് വിചാരിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ലീവ് കിട്ടില്ല. അതാണ് കണ്ണപ്പനെ കാണാൻ എപ്പോഴെപ്പോഴും ആള് വരാത്തത്. ശരി, ആയിക്കോട്ടെ. വരാൻ ലീവില്ലെങ്കിൽ വരണ്ട. പക്ഷെ സംസാരിക്കാലോ. അമ്മ അച്ഛനെ ഫോണിൽ വിളിച്ചാ ഇപ്പൊ തന്നെ സംസാരിക്കട്ടെ ഞാൻ. അയ്യോ, അത് പറ്റില്ല മോനെ. വലിയ പട്ടാള ഓഫീസർമാരെ ഒന്നും അങ്ങനെ ഫോണിൽ വിളിക്കാൻ പറ്റില്ല. മോൻ നന്നായി പഠിച്ചാ മതി. അച്ഛനെ പോലെ വലിയ ഓഫീസർ ആവാൻ പറ്റും. അപ്പൊ പിന്നെ എന്നും കാണാലോ. എന്താ, അതുപോരെ മോന്? ശരി. ഞാൻ വലിയ പരീക്ഷയൊക്കെ പാസ്സായി വലിയൊരു പട്ടാള ഓഫീസർ ആവും. നോക്കിക്കോ. എന്നിട്ട് വേണം ടിഷ്യൂ 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 ശത്രുക്കളെയൊക്കെ വെടിവെച്ച് തോൽപ്പിക്കാൻ. അത് തന്നെ, അങ്ങനെ വേണം ആൺകുട്ടികള്.
ഇനി അച്ചൂട്ടൻ വാ, നമുക്ക് അത്താഴം കഴിക്കാം. ടിഷ്യൂ 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 ടിഷ്യൂ. വേറെ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാമായിരുന്നു. ഈ അച്ഛനെ ഞാൻ ഇനി എവിടെ പോയി ഉണ്ടാക്കും? ആകെ പെട്ട മട്ടാണല്ലോ എന്റെ ഈശ്വര. ആ കല്യാണ വീട്ടിൽ വന്ന ആരോ കൊളുത്തി വിട്ടതാണെന്ന് തോന്നുന്നു വല്യേച്ചി. ആരായിരിക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആരായാലും അച്ചുവിന്റെ മനസ്സിൽ അയാളെ കുത്തിക്കയറ്റിയിരിക്കുന്നത് വിഷമാണ്. മാരകമായ കാളകൂട വിഷം. അതിനെ അച്ചുവിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന എന്റെ പേടി. എന്നാലും ആരായിരിക്കും അത്? നിനക്കാരെങ്കിലും ഊഹിച്ച് പറയാൻ പറ്റുമോ?